സോഷ്യൽ മീഡിയയിലെല്ലാം ഫുൾ ജാർ സോഡ ഒരു തരംഗമായി മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിലും ഒരു ഫുൾ ജാർ സോഡ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 വെറൈറ്റി ടേസ്റ്റിലും 4 ഡിഫറെൻറ്റ് കളറിലുമുള്ള ഫുൾ ജാർ സോഡ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ് വേണം. ഈ ചെറിയ ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. എന്നിട്ട് ഈ ചെറിയ ഗ്ലാസ് ഒരു വലിയ കപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ജാറിലേക്കോ ഇടാനുള്ളതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് 1.5 ടീസ്പൂൺ മിൻറ്റ് ജ്യൂസ്, മിൻറ്റ് അരച്ചെടുത്തതാണിത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി നീര്, 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടീസ്പൂൺ ഷുഗർ സിറപ്പ്, 1 ടീസ്പൂൺ കസ്കസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് എടുക്കുക. ഇനി നമുക്കൊരു വലിയ ജാറിലേക്ക് സോഡ ഒഴിക്കാം. ഈ ഗ്ലാസ് നിറച്ച് സോഡ ഒഴിച്ച ശേഷം നമ്മൾ ചെറിയ ഗ്ലാസ്സിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൻറ്റിൻ്റെ മിക്സ് സോഡയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി ചാടി വരും. നമ്മുടെ മിൻറ്റ് ലൈം ഫുൾ ജാർ സോഡ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളകും ഇഞ്ചിയും നാരങ്ങയും മിൻറ്റും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉള്ളൊരു നല്ല ടേസ്റ്റാണ്. ഒരു നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ഈ ചെറിയ ഗ്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ മിക്സ് എടുക്കുമ്പോൾ ഉപ്പ് അവസാനം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പ് അവസാനം ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ സോഡയിലേക്ക് ഇടുമ്പം ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത്. അടുത്തതായി നമുക്കൊരു വെറൈറ്റി കളറിലും ടേസ്റ്റിലും ഒരു ഫുൾ ജാർ സോഡ ഉണ്ടാക്കാം. അതിനായിട്ട് ക്യാരറ്റ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി നീര്, 2 ടീസ്പൂൺ ഷുഗർ സിറപ്പ്, 1 ടീസ്പൂൺ കസ്കസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സോഡ നിറച്ചു കൊടുക്കാം. അതിനുശേഷം ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഗ്ലാസ് ഈ സോഡയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലെമൺ ഫുൾ ജാർ സോഡ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഓറഞ്ച് ഉപയോഗിച്ച് ഒരു ഫുൾ ജാർ സോഡ തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചിനീര്, 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടീസ്പൂൺ ഷുഗർ സിറപ്പ്, 1 ടീസ്പൂൺ കസ്കസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു കപ്പിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ സോഡയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കപ്പോൾ നല്ലൊരു മഞ്ഞ കളറിലും കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ജാർ സോഡ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ വത്തക്ക ജ്യൂസ് ചേർത്ത് കൊടുക്കാം, 1.5 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചിനീര്, 2 ടീസ്പൂൺ ഷുഗർ സിറപ്പ്, 1 ടീസ്പൂൺ കസ്കസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു ജാറിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വത്തക്ക ജ്യൂസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ സോഡയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഫുൾ ജാർ സോഡ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ഒരു നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്.